ലൈംഗിക പീഡന പരാതിയിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനിയും തൊടാതെ പോലീസ്. രാഹുലിനെ കണ്ടെത്താൻ ഓരോ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘം. ഒളിവിലുള്ള കൂട്ടുപ്രതി ജോബിക്കായും അന്വേഷണം. പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സന്ദീപ് വാര്യർ അടക്കം മറ്റു പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യും. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. SIR, ആത്മഹത്യ, വോട്ടുകൊള്ള, ഡൽഹി ഭീകരാക്രമണം തുടങ്ങിയവയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ബീഹാർ വിജയവും നാഷണൽ ഹെറാൾഡ് ഉന്നയിച്ച് പ്രതിരോധിക്കാൻ ഭരണപക്ഷവും. സമ്മേളന കാലയളവിൽ സഭയിലെത്തുക 10 ബില്ലുകൾ. ഗവർണറുടെ ഔദ്യോഗിക വസതികളായ രാജ്ഭവനുകൾ ഇനി അറിയപ്പെടുക ലോക് ഭവനുകൾ. ഇന്ന് ലോക എയ്ഡ്സ് ദിനത്തിൽ കേരളത്തിൽ നിന്നും പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. സംസ്ഥാനത്ത് കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ HIV വ്യാപനം കൂടുന്നു. പുതിയതായി കണ്ടെത്തിയ രോഗികളിൽ 15%, 15-നും 24-നും ഇടയ്ക്ക് പ്രായമുള്ളവർ. രോഗികളായ സ്ത്രീകളിൽ 90% ഗർഭിണികൾ. 62%-ത്തിലും അണുബാധ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. സുപ്രീം കോടതി നടപടികളിൽ ഇന്നു മുതൽ സുപ്രധാന മാറ്റങ്ങൾ. അടിയന്തര സ്വഭാവമുള്ള കേസുകൾ വാക്കാൽ പരാമർശിച്ചാൽ ഉടൻ വാദം കേൾക്കില്ല. പകരം ലിസ്റ്റിംഗ് സംവിധാനം. ഒരു കോടതിയിലും മുതിർന്ന അഭിഭാഷകരെ ഹർജികൾ മെൻഷൻ ചെയ്യാൻ അനുവദിക്കില്ല. വധശിക്ഷയും പൗരാവകാശവും അടക്കമുള്ള അടിയന്തര വിഷയങ്ങൾ രാവിലത്തെ അരമണിക്കൂർ പരാമർശിച്ചാൽ കോടതി പരിഗണിക്കും.